എപ്പോഴും ഞാൻ തന്നെയാണ് ഇത് ട്രൈ ചെയ്യാറുള്ളത് എല്ലാവരും പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഷിയാലിനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കേൾക്കാം കേട്ടോ. അടിപൊളിയല്ലേ? ഇത് മറ്റെന്താ പറയാ, ബോബാട്ടീൻ്റെ രുചിയില്ലേ? കുടിച്ചോ? രസമുണ്ട്. ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ജാപ്പനീസ് ജെല്ലി കോഫിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ ബ്രൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ജലാറ്റിൻ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. ചൈന ഗ്രാസ് നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചിട്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ജെല്ലി ആയിട്ട് വരും. ഒരു 3 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്കുള്ള മിൽക്ക് മിക്സ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ ചേർത്താലും മതി. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു 3 മണിക്കൂറോളൊക്കെ എടുത്തിട്ടു ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്, നല്ല ജെല്ലി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഇതിൻ്റെ മുകളിൽ നമുക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വേണ്ട, നല്ല ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ല രീതിക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണില്ല, നിങ്ങൾ വേറെ ഗ്ലാസ് അല്ലാതെ ഒരു ട്രേയിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഈ അടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ലെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ക്യൂബ്സ് പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിൽ പാൽ ഒഴിച്ച് നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. ഇതാകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടു, ഇതുപോലെ നല്ല ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ജെല്ലീസ് നമ്മളെ വായിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊരു കോഫി ലവർ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.